ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, കുറച്ച് റവ എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് വാനില എസൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്കിയിട്ട് വെക്കുന്ന പാത്രമാണിത്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്ന ഈ പുഡിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യട്ടെ, എന്നിട്ട് ഈ പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കണം. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് കാരമൽ ചെയ്യാം. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഒന്നാക്കാൻ മാത്രമാണ്. അപ്പോൾ ഇത് കാരമലായിട്ടുണ്ട്. അധികം കളർ വേണ്ട, പിന്നെ കയച്ച പോലെയാവും. ഒരു തുള്ളി വെള്ളം ഒറ്റിക്കട്ടെ. അപ്പോൾ ഇതാ കാരമൽ ചെയ്തിട്ട് ആയിട്ടുണ്ട്. ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം അടിയാക്കട്ടെ. ഈ പാത്രത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും നമുക്കതിനെ ആക്കി വെക്കാം. അതവിടെ മാറട്ടെ. അപ്പം ഇനി നമുക്ക് പാനെടുത്തിട്ട് വെക്കാം. നമ്മളെ പാലുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അതവിടെ തണിയട്ടെ. നമ്മൾ ഈ പരിപാടിയെല്ലാം ആകുമ്പോഴത്തേക്ക് അതവിടുന്ന് തണിയട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ വെച്ചു. അപ്പോൾ നമുക്കപ്പോഴത്തേക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കണം. പാല് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട റെഡിയാക്കണം. രണ്ട് മുട്ട എടുത്തു. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിന് മുട്ടേൻ്റെ മണമില്ലാണ്ടിരിക്കാൻ കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ മുട്ട ഇതാ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാല് തിളപ്പിച്ചിട്ട് വാങ്ങാം. അപ്പോൾ ഈ പാലിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. മധുരം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത്
ഇത് പറിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച റവയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ നമ്മളെ പാലിൻ്റെ അകത്തേക്ക്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ പാലിതാ പതിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് റവ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ റവേനെ ഇതിൽ നിന്ന് വേവണം. അപ്പോൾ ഞാൻ ഈ റവ വെന്തിട്ടുണ്ട്. അപ്പോൾ തീയൊന്ന് ചെറിയ തോതിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിനല്ലോ അത് ഞാൻ കുറേശ്ശെ ഇതിൻ്റെ അകത്ത് ഈ ഇളം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണേ. കുറേശ്ശെ ആയിട്ട് ഇത് ചൂടായതുകൊണ്ട് ചിലപ്പോൾ കട്ടയായി പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് മെല്ലനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ടാണ് ഇളക്കി റെഡിയാക്കേണ്ടത്. കട്ടയാവാതെ നോക്കണം. കുറേശ്ശെ ഒഴിച്ച് നല്ല ക്ലിയറായിട്ട് വന്നു. അപ്പം എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് കട്ടയൊന്നും ആയിട്ടില്ല. നല്ല കണ്ടീഷനായിട്ട് തന്നെ ആയിന്. അപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട്. ഒന്നും കട്ടയാവാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനിപ്പം ഒന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ഏലക്കായൻ്റെ മണമെല്ലാം ഇഷ്ടപ്പെടുന്ന കൂട്ടറാണെങ്കിൽ ഏലക്കായ കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചുണ്ടല്ലോ, ഇപ്പോൾ അത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമ്മളെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ വെച്ചിട്ട് ഇതിനെ വേവിക്കണം. കണ്ടീഷനായിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. തീ ഓഫാക്കി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. എല്ലാം തുടച്ചിൻ്റെ അകത്തേക്ക് ആക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിത് ആവിക്ക് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മളെ ഈ പുഡിങ് റെഡിയാക്കാനുള്ള കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവി കയറുന്നതിന് അതിൻ്റെ മൂടിയും കൂടി എടുത്ത് നമുക്ക് അടക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ഗൈസ് ഞാനിത് തുറന്ന് നോക്കട്ടെ. നമ്മളെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ വെന്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ്. അപ്പം ഞാനിത് വാങ്ങുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആറിക്കഴിഞ്ഞിട്ട് നിങ്ങളെ എന്നിട്ട് കാണിച്ചു തരാം. അത് പ്ലേറ്റിൽ മുട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് ഞാനിത് തട്ടിയിട്ടുണ്ട്. ഇതാ കാരമൽ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, എല്ലാവർക്കും
അപ്പം ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.